നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുകയാണ്. ഇസ്രയേൽ തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ ഭീകരമായ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്ക എന്ന ഇസ്രയേലിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന രാജ്യം കൂടി യുദ്ധത്തിൽ ഭാഗമായതോടെ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങൾ തന്നെയാണ് ലോകത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. അമേരിക്ക ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. എന്നാൽ ഇതിൽ നിന്നും കാര്യമായ നഷ്ടങ്ങളൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകാനിരിക്കുന്നത് വലിയ തിരിച്ചടികൾ തന്നെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ ഇറാന്റെ പ്രതികരണം ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ പ്രതികരിക്കാനുള്ള സാധ്യതകൾ 3 ഘടകങ്ങളിലായി വിലയിരുത്തപ്പെടുന്നു എന്നാണ് ടെഹ്റാനിലെ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ സീനിയർ റിസർച്ച് ഫെലോ അബ്ബാസ് അസ്ലാനിയുടെ വിലയിരുത്തലുകളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമതായി നാശനഷ്ടത്തിന്റെ അളവനുസരിച്ച് പരിമിതമായ തിരിച്ചടിയോ, രണ്ടാമതായി അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താല്പര്യങ്ങൾക്കെതിരെയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് വലിയ ആക്രമണത്തിന് തന്നെ ഇറാൻ മുതിർന്നേക്കാം. ഇതിൽ ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിശാലമായ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാം. മൂന്നാമതായി ആക്രമണത്തോടൊപ്പം ഉപരോധം ഏർപ്പെടുത്തുന്ന രണ്ടും സമന്വയിപ്പിച്ച മാർഗമായിരിക്കുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെ പെട്രോൾ വിതരണത്തിലേക്കുള്ള ആഗോള വഴി തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരിക്കും മൂന്നാമത്തെ രീതിയിലുള്ള പ്രതികരണം. അതേസമയം ഈ രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ശക്തമായതും തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റഷ്യയിലെ മോസ്കോ സന്ദർശിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തയ്യാറാവുകയാണ് എന്നതും ഇതിന്റെ ഭാഗമായി കണക്കാക്കാവുന്നതാണ്. റഷ്യ ഇറാന്റെ തന്ത്രപരമായ പങ്കാളിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ പരസ്പരം നിലപാടുകൾ ഏകോപിപ്പിക്കുകയാണെന്നും JCPOA ആണവ കരാറിൽ ഒപ്പുവെച്ച പ്രധാന പങ്കാളികളിൽ റഷ്യയുമുണ്ടെന്ന് അബ്ബാസ് അരാക്ചി ഓർമ്മിപ്പിച്ചു. US ഭീഷണികളെ നേരിടേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഇറാന്റെ ആണവ പദ്ധതികൾ സമാധാനപരമായാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു. ഇറാനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അമേരിക്കയുടെ സമീപനമാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. റഷ്യയുമായുള്ള ഈ കൂടിക്കാഴ്ച യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നത് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച ട്രംപിനെയും നെതന്യാഹുവിനെയും തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഇറാന്റെ നീക്കം ഇനി ഇതിൽ എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു.